മാവേലിക്കര മണ്ഡലത്തിൻ്റെ സാധ്യതകളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അരുൺകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി മാവേലിക്കര മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുൺകുമാറിന് കൊടിക്കുന്നിൽ സുരേഷിനെ എതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിച്ചു. പക്ഷേ മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നോക്കൂ, 2009, 2014, 2019 പരിശോധിച്ചാൽ അവിടെ BJP ഒരു നോമിനൽ ആണെങ്കിലും ഒരു ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് കാണുന്നു. 13.75% വരെയുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്കൊരു വോട്ട് അവർക്ക് പരമാവധി 15% വരെയാണെങ്കിൽ പോലും നിലവിൽ നമ്മൾ തൽക്കാലം BJP കണക്ക് കൂട്ടുന്നില്ല. പകരം മാവേലിക്കരയിൽ 2009 LDF സ്ഥാനാർത്ഥി അന്ന് ചെങ്ങര സുരേന്ദ്രനായിരുന്നു. 43.3% നേടുമ്പോൾ പിന്നീട് ചിറ്റയം ഗോപകുമാറിലേക്ക് എത്തുമ്പോൾ 41% കുറയുന്നത് കാണാം. അതായത് ഒരു 2% കുറവ് അവിടെ ഇടതുമുന്നണിക്കുണ്ടാവുന്നു. പക്ഷേ ചിറ്റയത്തിൽ നിന്നും പിന്നീട് വീണ്ടും മത്സരം 2019 എത്തുമ്പോൾ 39% കുറയുന്നതായിട്ട് കാണാം. വീണ്ടും 2% ഡിക്ലൈൻ. ഇതാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച തുടർച്ചയായി 2% വീതം 2009 മുതൽ LDFന് മാവേലിക്കരയിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ UDFനും നഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 49% ഉണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വോട്ട് വിഹിതം 45% നിൽക്കുകയും 45% മെയിൻറ്റെയിൻ ചെയ്തു. ഓർമ്മിക്കണം, കോൺഗ്രസിന് ഏറ്റവും വലിയ വേവ് ഉണ്ടാവുന്നത് 2019 45.36% മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് കേരളമെങ്ങും മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു താരതമ്യേന ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തുമ്പോൾ കൊടിക്കുന്നിലിന് മാവേലിക്കര മണ്ഡലത്തിൽ 2019 രാഹുൽ ഗാന്ധിയും ശബരിമലയും ഒരു ഇമ്പാക്റ്റായി വരുന്ന ഘട്ടത്തിൽ പോലും 2014 വോട്ട് പെർസെൻറ്റേജ് മാത്രമേ നിലനിർത്താൻ കഴിയുന്നുള്ളൂ. എന്ന് വെച്ചാൽ 45%. അവിടെ ഒരു ആൻറ്റി ഇൻകുംബൻസി 2019 തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഘട്ടത്തിലാണ് BJPയുടെ ഗ്രോത്ത് 8 മുതൽ 13% വരെ ആവുന്നത്. ഏകദേശം 5% ഗ്രോത്ത് ഉണ്ടാവുന്നു. ശ്രദ്ധേയമായ കാര്യം, LDFന് 41 മുതൽ 32% 41 നിന്ന് കുറയുകയും BJPക്ക് അത് കൂടുകയും ചെയ്താൽ അത് തീർച്ചയായും ശബരിമല ഇമ്പാക്റ്റിൻ്റെ 2% ആണെന്ന് കണക്കാക്കിയാൽ ഇത്തവണ 2019 LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് BJPയിലേക്ക് പോയ 2% കൂടിയാൽ 39 പ്ലസ് 2% കൂടെ കൂടിയാൽ 41% ആവും. അതേസമയം നേരത്തെയുള്ള ഒരു ഡിക്ലൈൻ പോലെ ഒരു ആൻറ്റി ഇൻകുംബൻസി അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ 3% UDFിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും 2% BJPയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്താൽ അരുൺകുമാറിൻ്റെ വിജയം സാധ്യമാണ്. ഇതാണ് നമ്മുടെ ഡാറ്റാ ബോർഡിലെ അരിത്തമാറ്റിക്സ് പറയുന്നത്. UDFിൽ നിന്ന് 45% നിന്ന് ഒരു 3% തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതില്ല. ഒരു 2% ഷിഫ്റ്റിംഗ് നടന്നാൽ പോലും -2 ആണെങ്കിൽ പോലും 39 41 ആവും, 41 43 ആവും. അതോടുകൂടി കൊടിക്കുന്നിൽ സുരേഷിനെ മറികടക്കാൻ അരുൺകുമാറിന് സാധിക്കും. 20,000 UDF വോട്ടർമാർ ഇത്തവണ LDFന് വോട്ട് ചെയ്യുകയും 20,000-ഓളം BJPയിലേക്ക് പോയ LDF വോട്ടർമാർ തിരിച്ച് അരുൺകുമാറിലേക്ക് വരികയും ചെയ്താൽ മാവേലിക്കര LDFന് സ്വന്തമാവും, അരുൺകുമാറിന് സ്വന്തം. ഇതാണ് ഡാറ്റാ ബോർഡിൻ്റെ ഡൈനാമിക്സ്. എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൽ വളരെ എളുപ്പം വിജയിച്ചു കയറാൻ LDF സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര എന്ന് പറയാനുള്ള കാരണങ്ങൾ. നമ്പർ 1, 2014 ഉണ്ടായിരുന്ന 45% മാത്രമേ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുൻതൂക്കം കിട്ടി, ആനുകൂല്യം കിട്ടി. 2019 രാഹുൽ ഗാന്ധി ശബരിമല ഇഫക്റ്റ് ഉണ്ടായപ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് നിർത്താൻ സാധിച്ചുള്ളൂ. അത് തന്നെ ഡിക്ലൈൻ സ്റ്റേജിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ 2% നഷ്ടപ്പെട്ടാൽ പോലും സ്വാഭാവികമായും BJPയിൽ 2% കിട്ടുന്നതിൻ്റെ ആനുകൂല്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ അരുൺകുമാറിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇതാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാവേലിക്കരയിലെ ഡാറ്റാ ബോർഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളോട് പറയുന്നത്. താരതമ്യേന എളുപ്പമാണ് മാവേലിക്കരയിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറാൻ. നോക്കൂ, ഇപ്പം വളരെ പ്രധാനമാണ് ഈ കഴിഞ്ഞ ശബരിമല ഇമ്പാക്റ്റ്. ആ ശബരിമല ഇമ്പാക്റ്റിൻ്റെ ഗുണം വന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ അവിടെ BJPയുടെയാണ്, അല്ലേ? BJPക്കാണ്. അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ 7 മണ്ഡലങ്ങളുണ്ടല്ലോ. ആ 7 മണ്ഡലങ്ങൾ നോക്കൂ. ചങ്ങനാശ്ശേരി ഒരു മണ്ഡലമാണ്. അത് വളരെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അല്പം നായന്മാരുകൂടി ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ കുട്ടനാട്, അതും ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കുന്നത്തൂര് ഒരു മിക്സ്ഡ് സ്ഥലവുമാണ്. എന്നാൽ പത്തനാപുരം, കൊട്ടാരക്കര, മാവേലിക്കര, അല്ലേ, പിന്നെ ചെങ്ങന്നൂർ, ഈ 4 മണ്ഡലങ്ങളിൽ ഹിന്ദു ഡോമിനേഷൻ ഉണ്ട്. ശരിക്കും ആ 4 മണ്ഡലങ്ങളിലാണ് ശബരിമല ഇമ്പാക്റ്റ് ചെയ്യുക. മറ്റ് 3 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. അവിടെ ശബരിമല ഇമ്പാക്റ്റ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 4 മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ട് പെർസെൻറ്റേജ് പോയിരിക്കുന്നത് BJPയിലേക്കായിരിക്കാനാണ് സാധ്യത. അവിടെ BDJS അല്ലേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് മാവേലിക്കരയിൽ? സ്വാഭാവികമായിട്ടും കുന്നത്തൂരും BDJSനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു മേഖലയായിട്ട് വരും. കുന്നത്തൂർ കൊല്ലത്തിൻ്റെ ഭാഗമാണല്ലോ, ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഭാഗമാണല്ലോ.
അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശബരിമല ഇമ്പാക്റ്റ് ഇല്ല. അപ്പം ശബരിമല ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ മാവേലിക്കര കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ നെക്ക് ടു നെക്കായിട്ട് വന്നിട്ടുണ്ടാവുക, ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് ഏറ്റവും സ്കോപ്പുള്ള മണ്ഡലങ്ങൾ നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. മാവേലിക്കര പറയുന്ന പല ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നു. അതായത് വലിയൊരു ആന്റി ഇൻകംബൻസി, ഒരു മാറ്റം, കൂടാതെ ആ മണ്ഡലത്തിലുടനീളമുള്ള ലെഫ്റ്റിന്റെ പ്രാധാന്യം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, നമ്മുടെ ഡാറ്റാ ബോർഡ് സജസ്റ്റ് ചെയ്യുന്നത് കുട്ടനാട്ടെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ തീർച്ചയായും മാവേലിക്കരയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തീർന്നിട്ടുണ്ട്. സാമുദായിക സംഘടനകളുടെ സ്വാധീനം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് 2009 മുതലാണ് അത് AC കോൺസ്റ്റിറ്റ്യുവൻസി ആവുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് അവിടെ പ്രത്യേക കമ്മ്യൂണിറ്റികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ അത്തരം ചില കമ്മ്യൂണിറ്റികളുടെ ശക്തമായ നിലപാട് മാറ്റം കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായിട്ട് അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ മാറ്റം അതിലത് കാര്യമായിട്ട് ഘടകമായിരിക്കും കേട്ടോ. ചങ്ങനാശ്ശേരിയിലടക്കം. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചങ്ങനാശ്ശേരിയിലേക്ക് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തേക്ക് വന്നത് അവിടെ ഇമ്പോർട്ടൻറ്റ്. ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അതും ഒരു 20,000 വോട്ട് UDF നിന്ന് മറിഞ്ഞാൽ തന്നെ ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 20,000 വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നൊരു 10,000 വോട്ട് മറിയുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്വാഭാവികമായും കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, സാമുദായിക സംഘടനകളുടെ സ്വാധീനം, കശുവണ്ടി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, വർഷകാലത്തെ പ്രളയം, കുടിവെള്ളം, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷകാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ചെങ്ങന്നൂരിൽ വലിയ കാര്യമായ പുരോഗതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിട്ടില്ല. ഒരു പിൽഗ്രിം സെൻ്റർ ആയിട്ട് പോലും കൊടിക്കുന്നിൽ സുരേഷിന് വലിയ രീതിയിലൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണമൊക്കെ ആ മണ്ഡലത്തിലുടനീളമുണ്ട്. അപ്പോൾ ഈ ഫാക്ടറുകൾ ഒരുപക്ഷെ മാവേലിക്കരയെ സഹായിച്ചേക്കാം MV നികേഷ് കുമാർ. അതുകൊണ്ട് മാവേലിക്കരയിൽ അരുൺകുമാറിൻ്റെ സാധ്യത ഏറെയാണ് മറ്റേത് മണ്ഡലങ്ങളെയും വെച്ച് നോക്കുമ്പോൾ, അല്ലേ? നോക്കൂ അരുൺ, അതിനെ ഞാനിങ്ങനെയാണ് അതിനെ കാണുന്നത്. അതായത് മാവേലിക്കര ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെയാണ് ജയിച്ചത് എന്നാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യം എന്നുള്ളതാണ്. കാരണം 3 ജില്ലകളിലായി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം വന്നിട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി. അപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് രാഷ്ട്രീയമായ കാരണങ്ങളാണ്, ശബരിമല, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ നമുക്ക് അങ്ങനെ വിലയിരുത്താമെങ്കിൽ പോലും 2014 അദ്ദേഹത്തിൻ്റെ ഒരു നേതൃശേഷിയാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനിപ്പോൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ആൻറ്റി ഇൻകുംബൻസി നേരിടുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് അദ്ദേഹം ഇത്രയധികം തവണ MP ആയതുകൊണ്ടാണ്. ഈ 3 ജില്ലകൾ ഇത്രയും വലിയൊരു ലോക്സഭാ മണ്ഡലം, അത്രയും വലിയൊരു ദുഷ്കരമായിട്ടുള്ള ടെറൈനിൽ ഒരു ലോക്സഭാ മണ്ഡലത്തെ, ഒരു ലോക്സഭാംഗത്തിന് ഓടിയെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊടിക്കുന്നിൽ ഒരു പരിധിവരെയൊക്കെ അത് നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം തുടരാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ അതിനു മുമ്പ് ഒരു പതിറ്റാണ്ടിനൊക്കെ മുമ്പ് ഇപ്പോൾ കൊട്ടാരക്കരയിലായാലും ചങ്ങനാശ്ശേരിയിലൊക്കെ ആയാലും അതിശക്തരായിട്ടുള്ള UDF നേതാക്കളുടെ കേന്ദ്രങ്ങളായിരുന്നു ഈ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ ഒരു 10 വർഷം മുമ്പുള്ള പത്രവായന ഉള്ളവർക്കറിയാം കൃത്യമായിട്ട്. ആകെ നമ്മൾ ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏക വിഷയം എന്ന് പറയുന്നത് R ബാലകൃഷ്ണപിള്ളയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സംഘർഷം മാത്രമായിരുന്നു. R ബാലകൃഷ്ണപിള്ളക്ക് ആദ്യം കൊടിക്കുന്നിൽ സുരേഷിനെ കണ്ടുകൂടായിരുന്നു, പിന്നെ അവർ തമ്മിൽ വലിയ ചങ്ങാത്തത്തിലായി, അങ്ങനെ ശത്രുവായും മിത്രമായും ഒക്കെ തന്നെയും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോഴും കാണുന്നത് അത് ഒരു ഇന്നത്തെ നിലയിൽ ഇന്നത്തെ LDF, ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരള കോൺഗ്രസ് എമ്മും മാത്രമല്ല നമുക്ക് കാണാം ചെങ്ങന്നൂരിലൊക്കെ തന്നെയും വലിയ സ്വാധീനം ഇപ്പോൾ CPM ഉണ്ടാക്കി വരികയാണ്. ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ നല്ല രീതിയിൽ ചെന്ന് കയറാൻ CPMന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടനാട് മേഖലകളിലൊക്കെ തന്നെയും നല്ല ഒരു ആലപ്പുഴ ജില്ലയുടെ ഭാഗം എന്നുള്ള നിലയിൽ നല്ല സ്വാധീനം ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിജയം ഏതാണ്ട് അസാധ്യമാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും എങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷി, അതാണ് നേരത്തെ അരുൺകുമാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്. എപ്പോഴും കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടാണ് മാവേലിക്കര വിലയിരുത്തുക എന്ന് പറയുമെങ്കിൽ പോലും ഒടുവിൽ കൊടിക്കുന്നിൽ ജയിച്ചു കയറും. അതെ, അദ്ദേഹം എന്നോട് വ്യക്തിപരമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മത്സരിക്കുന്നില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷ് കാത്തിരിക്കുന്ന പദവി എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനമാണ്. ഇനി അഥവാ KPCC അധ്യക്ഷ സ്ഥാനം ഇല്ലെങ്കിലും നിയമസഭയിലേക്ക് ഒരു കൈ നോക്കാം എന്നുള്ള നിലയിലാണ് കൊടിക്കുന്നിൽ നിൽക്കുന്നത്. പക്ഷേ പാർട്ടി നിർബന്ധപൂർവ്വം പറഞ്ഞു അവിടെ വേറൊരു സ്ഥാനാർത്ഥി ഇല്ല
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും കൊടിക്കുന്നിൽ സുരേഷിന് തന്നെ മത്സരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ പ്രോട്ടൈം സ്പീക്കറാണ്. കാരണം അത്രയധികം തവണ ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകളൊന്നും ഇന്ന് രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നില്ല, ക്ഷമിക്കണം, ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നുണ്ട്, നമ്മുടെ കമൽനാഥ് മത്സരിക്കുന്നില്ല. അപ്പോൾ കമൽനാഥിനെ പോലെയൊക്കെ തലപ്പൊക്കമുള്ള നേതാവാണ്. ഇനി അദ്ദേഹം വീണ്ടും ജയിച്ചു വരികയാണെങ്കിൽ പ്രോട്ടം സ്പീക്കർ ആവുന്നു മാത്രമല്ല, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലൊക്കെ നിർണായകമായ റോളുള്ള ആളായിരിക്കും. ഒരുപക്ഷെ ലോക്സഭാ നേതാവായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് പദവി കൂടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഫലങ്ങളെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവെങ്കിലും ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് സൂചിപ്പിക്കാൻ വന്നു. അതായത് മാവേലിക്കരയെ കുറിച്ച് പറയുമ്പോൾ CA അരുൺകുമാറിന് ഒരു ഈസി വിക്ടറി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തവണയും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അതായത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDF-നൊപ്പമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാർ, 3 മന്ത്രിമാരുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു എതിർവികാരമാണ്. അതായത് അവിടെ ഇപ്പോൾ മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം MP എന്നുള്ളതിനേക്കാൾ ഈ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രശ്നം കാണാതെ ഇരിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരമായി മാറുകയാണെങ്കിൽ ഇത്തവണ അത് കൊടിക്കുന്നിൽ സുരേഷിനെ കരകടത്തിവിടും. മാവേലി കരകടത്തിവിടാനുള്ള ഒരു സാധ്യത മറുഭാഗത്തുണ്ട്. ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ ഒരു ചാൻസ് ഇല്ലേ? പക്ഷേ നമ്മൾ ഡാറ്റ ബോർഡ് പ്രകാരം അതിനുള്ള സാധ്യത വിരളമാണ്. അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. കോൺഗ്രസിന് ഏറ്റവും സഹായകരമായ കാലത്ത് പോലും വോട്ട് പെർസെൻറ്റേജിൽ വർധനമുണ്ടാക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് 2019 കഴിഞ്ഞില്ല. നമ്പർ 1. നമ്പർ 2, അതേസമയം അതിൻ്റെ ആനുകൂല്യം നേരിയ തോതെങ്കിലും കിട്ടിയ BJP-ക്കാണ്. അതിലാകട്ടെ LDF-ൻ്റെ വോട്ട് ഷിഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ആ വോട്ട് സ്വാഭാവികമായും തിരിച്ചു വന്നാൽ UDF-ൻ്റെ പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഇൻകുംബൻസി നിലവിലുണ്ട്. നേരത്തെ ആ ട്രജക്ടറി കാണാം, 4% ഇടിവ് 2009 മുതലുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യത്തിൽ ഡാറ്റ ബോർഡ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി അദ്ദേഹം ചലഞ്ചിലാണ്, വെല്ലുവിളിയുണ്ട്. അദ്ദേഹത്തിന് കണക്കുകൾ വെല്ലുവിളിയാണ്. ഒരു കാര്യം കൂടി അതിനകത്ത് കഴിഞ്ഞ തവണ എങ്ങനെ കൊടിക്കുന്നിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ ഈ രാഷ്ട്രീയ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൊടിക്കുന്നിൽ അവിടെ പരാജയപ്പെടുമായിരുന്നു. പറഞ്ഞതാണ് അരുൺ, അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇഫക്റ്റ്, അതുപോലെ തന്നെ ശബരിമല ഇഫക്റ്റ് തുടങ്ങി അതാണ് ഞാൻ പറയുന്നത്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആന്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുന്ന സമയത്ത് രക്ഷിച്ചു പോകേണ്ടത് ഈ പറയുന്ന ഇമ്പാക്ട് പ്രഭവ കേന്ദ്രമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡാറ്റ ബോർഡിൽ കാണിച്ചത് എന്താ, 2009 മുതൽ 2004 മുതൽ 2009 വരെ 4% ഇടിവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 4% ഇടിവ് UDF-ൽ കൊടിക്കുന്നിൽ സുരേഷിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടിവ് പക്ഷേ 2014 ഇല്ലാതെ പോയത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ശബരിമല കപ്പിൾഡ് വിത്ത് രാഹുൽ ഇഫക്റ്റ്. സുജി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, അവിടെ സാധാരണ CPI CPM മണ്ഡലങ്ങളിൽ CPM സഹകരിക്കാത്ത പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്. ഇപ്രാവശ്യം അവിടെ കാര്യം 3 മന്ത്രിമാരാണ് മണ്ഡലത്തിൽ പ്രതിനിധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കാനുള്ള സംവിധാനം അവിടെ കണ്ടിട്ടുണ്ട്. ചെറിയ വ്യത്യാസം മതി, 5% വ്യത്യാസത്തിൽ ജയിച്ചു പോകും. 2% മതി. 2% മതി. മൊത്തത്തിൽ 5% ഡിഫറൻസേ ഉള്ളൂ. 2% ഷിഫ്റ്റ് ചെയ്താൽ തന്നെ BJP-യിൽ 2 ഷിഫ്റ്റിന്റെ പുഷും കൂടി ഉണ്ടെങ്കിൽ CPI-യുടെ മണ്ഡലമാണ്. ഇപ്പോൾ അരുണിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്രതിഷേധമൊക്കെ വരുന്നത് 3 കൗൺസിലും കുറച്ചുകൂടി ഒരു സീനിയറായ നേതാവ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന ഒരു നേതാവ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടെ മാറും. പക്ഷേ സ്മൃതി, അവസാന ഘട്ടം ആ നരേഷൻ മാറി. കാരണം ഈ CPM-ന് കൂടി സ്വാഭാവികമായിട്ടും താല്പര്യമുള്ളൊരു നേതാവായിട്ട് മാറിയിരുന്നു. നമ്പർ 1. നമ്പർ 2, അരുണിന് അവിടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു യുവ നേതാവ് എന്ന നിലയിൽ അരുൺകുമാർ വളരെ ജനകീയനായി കാണപ്പെട്ടു. നമുക്കറിയാവുന്ന പോലെ ക്യാമ്പയിനിൽ വളരെ മുന്നിൽ തന്നെയായിരുന്നു. പാർട്ടി മെഷീനറി ശക്തമായി പ്രവർത്തിച്ചു. ഞാൻ ഫീൽഡിൽ പോയപ്പോഴും എനിക്കത് കാണാൻ സാധിച്ചു. പക്ഷേ ഒരു പോയിന്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റാണ് കൊടിക്കുന്നിൽ സുരേഷ് കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കൂടെ ഒരു തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു കയറുകയാണെങ്കിൽ, ഏറെക്കുറെ അസാധ്യമാണ് ഈ കണക്കുകൾ പ്രകാരം, വിജയിച്ചു കയറുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നൊരു പോൾ സ്ട്രാറ്റജിസ്റ്റ് ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ അരുൺ. അതായത് കൊടിക്കുന്നിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറേ കാലം നേതാവാകുമ്പോൾ ഒരു പ്രത്യേക ഹോർമോൺ ഈ ആളുകൾക്കിടയിൽ പിടികൂടി വലിയ ഈഗോയും വലിയ നിലയിൽ ആളുകളെ കണ്ടാൽ തിരിയാത്ത രീതിയിലൊക്കെ പെരുമാറും. കൊടിക്കുന്നിലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കൊടിക്കുന്നിലിന് ഏത് തരം ആളുകളുമായിട്ടും സംസാരിക്കാനും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടി
അനായാസേന അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്രയും കാലം നിന്നിട്ടും കൊടിക്കുന്നിലിന് വലിയ രീതിയിൽ മങ്ങലേൽക്കാത്തത്. അല്ല, തലക്കനം കുറവുള്ള നേതാവാണ്. ഏറ്റവും ജനകീയനായ വഴക്കം കൂടുതൽ പോപ്പുലിസ്റ്റായ നേതാവാണ്. പോപ്പുലിസ്റ്റ് ആണ്, പക്ഷെ പോപ്പുലർ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ അത് ആന്റി ഇൻകുംബൻസി കൊണ്ട് ആ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു എന്നതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. നമുക്ക് നോക്കാം, നാളെ എന്തായാലും റിസൾട്ട് വരട്ടെ. ഡോക്ടർ അരുൺ, ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ഈ സംവരണ മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും അതിൽ തന്നെയുള്ള പല ഫാക്ടേഴ്സ് അത് മുഴുവനായും അരുൺകുമാറിലേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഘട്ടമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മാനേജ് ചെയ്യാൻ കഴിയും. നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലപാടും റിസർവേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളുണ്ട്. നാളെ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും വിജയിച്ചു വരാനുള്ള സാധ്യത ഈ വിശ്വകർമ്മ വോട്ടുകൾ, അതുപോലെ തന്നെ ഈ കേരള പുലയർ മഹാസഭയുടെ ഏറ്റവും ശക്തമായ യൂണിയനുകൾ ഉള്ള മണ്ഡലമാണ് മാവേലിക്കര. അതൊക്കെ കൊടിക്കുന്നിലിനെ അത്ര പെട്ടെന്ന് വിട്ടുപോകും, അരുണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഓൾ ഓഫ് എ സഡൻ പറയാൻ കഴിയില്ല. സോ ചാൻസസ് എന്ന് പറയുന്നത് നെക്ക് ടു നെക്ക് ആണ്. അരുൺകുമാറിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഡാറ്റ ബോർഡ് സേസ് ഇറ്റ്സ് ചലഞ്ചിങ്. അത് ചലഞ്ചിങ് ആണ് എന്നാണ് ഡാറ്റ ബോർഡ് പറയുന്നത്. അത് നോക്കാം, നമുക്ക് നാളെ റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി ചർച്ചകളിലേക്ക് പോകാം. തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷ് ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഞാൻ പറയുന്നു, ജയിക്കുകയാണെങ്കിൽ ഒരു കേസ് സ്റ്റഡിയാണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്.